ഫ്രം ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സ്നേഹം. ഒരു ശക്തിക്കും തകർക്കാനാകാത്ത അതിശക്തമായ ആയുധമാണ് സ്നേഹമെന്ന് തെളിയിക്കുന്ന ഒരു വചനങ്ങൾ കൂട്ടിവെച്ചുകൊണ്ടുള്ള ഒരു വായനയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് റോമൻസ് ചാപ്റ്റർ 8:31-39 വരെയുള്ള വചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള ഉത്തരം നമുക്ക് കിട്ടും. എത്രമാത്രം ശക്തമാണ് ഈ സ്നേഹം എന്ന ആയുധം എന്ന് നമുക്ക് തെളിയിച്ചു തരികയാണ് ഈ വചനത്തിലൂടെ. ഇവിടെ നമുക്ക് മനസ്സിലാകാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെല്ലാവരും പലതരം പ്രശ്നങ്ങളുടെ നടുക്കാണ് നിൽക്കുന്നത്. ചിലരുടെ പ്രശ്നങ്ങൾ അതിഗുരുതരമായ പ്രശ്നത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ വളരെ തകർച്ചയിലൂടെയൊക്കെ കടന്നു പോകുന്ന അവസ്ഥയിൽ ഒരു ഉറപ്പ് തരുന്ന ചില വചനങ്ങളാണ് റോമൻസ് ചാപ്റ്റർ 8:31-39 വരെയുള്ള 31-39 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് ഇതിനുള്ള ഉത്തരം കിട്ടും. ദൈവവചനം എന്ന് പറയുന്നത് ഒരു തരം ഉറപ്പാണ്, നമുക്ക് തരുന്ന ഒരു അതിശക്തമായ ഒരു ഉടമ്പടിയാണ്. ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയുടെ ഒരു പ്രതീകമാണ് ഓരോ വചനങ്ങളും. അപ്പോൾ ഇവിടെ ഈ ഒരു 31-ാമത്തെ വാക്യം അല്ലെങ്കിൽ 31-ാമത്തെ വചനം പറയുന്നത് ഒരു ഉറപ്പാണ്. അതായത് ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ, അതായത് ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും എന്നൊരു ചോദ്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വചനം തുടങ്ങുന്നത് തന്നെ. പലതരം ശത്രുക്കളുണ്ടാകാം, പലരും നമ്മളെ എതിർക്കാം, നമ്മളെ പറ്റി വളരെ മോശമായി പറഞ്ഞേക്കാം, നമ്മളെ എതിർത്തേക്കാം, നമ്മളെ ഒറ്റപ്പെടുത്തിയേക്കാം. ഇതൊക്കെ നമ്മളിലുണ്ടെങ്കിൽ പോലും ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ പിന്നെ എന്തിനാണ് പേടിക്കേണ്ടത്? ഇവിടെയാണ് ഒരു യഥാർത്ഥ വിശ്വാസിയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നത്. എന്ത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണെങ്കിൽ പോലും ഒരു വിശ്വാസിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം എൻ്റെ പക്ഷത്താണ്, ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. ആ ഒരു ഉറപ്പ് നമ്മിലുണ്ടെങ്കിൽ പിന്നെ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഇതിൻ്റെ ഒരു അടുത്ത പടിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുകയാണ്. അതായത് സ്വന്തം മകനെ, കർത്താവായ യേശു മിശിഹായ നമ്മളുടെ കൂടെ ജീവിക്കാൻ നമുക്ക് വിട്ടു തന്നുകൊണ്ട് ആ സ്നേഹം തെളിയിക്കുകയാണ് അടുത്ത പടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പറയാണ്, നമ്മൾ ഇത്രയും ശക്തമായ അല്ലെങ്കിൽ അത്യുന്നതനായ ആ കർത്താവ് യേശു മിശിഹ നമ്മളെ ഒരുവനായിട്ട് നമ്മളോടൊപ്പം ജീവിച്ച് നമ്മളെ പോലെയായി എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും വേദനകളും എല്ലാം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ചു കാണിച്ചു തന്ന ഒരു ഇത്രയും അധികം സ്നേഹത്തിന്റെ ഒരു പ്രതീകമായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് കാണിക്കുകയാണ് അടുത്ത വചനത്തിലൂടെ. സ്വന്തം മകനെ തന്നെ നമുക്ക് തന്നുകൊണ്ട്, പൂർണ്ണമായി വിട്ടു തന്നുകൊണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു, ഒരു വിശ്വാസിക്ക് മാത്രമാണ് പൂർണ്ണമായിട്ട് എല്ലാം വിട്ടുകൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ദൈവത്തിന്റെ പൂർണ്ണ സ്നേഹം, പരിപൂർണ സ്നേഹമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. സ്വന്തം മകനെ നമ്മൾക്കായി വിട്ടു തന്നുകൊണ്ട് ആ സ്നേഹത്തിന്റെ ആഴം നമുക്ക് കാണിച്ചു തരികയാണ്. മൂന്നാമത്തെ ഘട്ടത്തില് നമുക്ക് മനസ്സിലാക്കാം, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ ആര് നമ്മളെ കുറ്റം പറഞ്ഞാല് അല്ലെങ്കിൽ നമ്മളെ പറ്റിയൊക്കെ വളരെ മോശമായിട്ട് ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ ഓർക്കേണ്ട ഒരു വചനം ഇതാണ്. അതായത് ദൈവം തെരഞ്ഞെടുത്തവരെ കുറ്റം പറയാൻ ആർക്കാണ് കഴിയുക? ദൈവം സ്പർശിച്ചിട്ടുള്ളവരെ, അതായത് ഓരോ വിശ്വാസിയെയും ദൈവം സ്പർശിച്ചിട്ടുണ്ട്. ആ ഒരു സ്പർശനത്തിന്റെ അടയാളമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ തെരഞ്ഞെടുത്തവരെ എങ്ങനെയാണ് കുറ്റം പറയാൻ സാധിക്കുന്നത്? ആർക്കാണ് അവരെ ശിക്ഷിക്കാൻ അധികാരമുള്ളത്? ദൈവത്തിനല്ലാതെ വേറെ ഒരു ശക്തിക്കും അവരെ ശിക്ഷിക്കാൻ സാധിക്കുകയില്ല. ഇനി മരണക്കിടക്കയിലാണെങ്കിൽ പോലും അതൊരു ശിക്ഷ പോലുമല്ല ഒരു വിശ്വാസിക്ക്. കാരണം അത് പോലും ഒരു രക്ഷയായി കാണാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണമെന്ന് ആണ് ഈ ഒരു അധ്യായത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ നല്ലവരായിരിക്കുന്നത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടൊന്നും അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന
ആ യേശുവിൻ്റെ കൃപ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മളോട് ദൈവം അതിയായി കരുണ കാണിക്കുന്നത്, അതിയായ സ്നേഹം കാണിക്കുന്നത്. ആ ഒരൊറ്റ കാരണത്തിൻ്റെ ബലത്തിലാണ്. കാരണം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ശക്തിക്കും നമ്മളെ തകർക്കാൻ സാധിക്കുകയില്ല എന്ന് 34-ാമത്തെ വാക്യം അടിയുറച്ചു പറഞ്ഞു തരികയാണ്. അപ്പൊ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവം തന്നെയാണ്, യേശു ക്രിസ്തു തന്നെയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള യേശു നമ്മുടെ കൂടെയുള്ള പിന്നെ ആർക്ക് നമ്മളെ തകർക്കാൻ സാധിക്കും എന്നാണ് അടുത്തത് പറയേണ്ടത്. ഇനി ഈ ഒരു അധ്യായത്തിൽ കുറച്ചും കൂടി ആഴത്തിൽ വളരെ വിശ്വാസത്തിന്റെ ഒരു അത്യധികമായ ഒരു ആഴത്തിലേക്കാണ് ഓരോ വചനവും നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ അടുത്ത വചനത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് നമ്മളെ വേർപെടുത്താൻ സാധിക്കും? ഒരു ശക്തിക്കും ആ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ സാധ്യമല്ല. കാരണം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവം തന്നെയാണ്. അതുകൊണ്ട് ഒരു ശക്തിക്കും നമ്മളെ വേർപെടുത്താൻ സാധിക്കുകയില്ല. അതായത് ഒരു വിശ്വാസി ദൈവത്തെ അനുഭവിച്ചു തുടങ്ങിയെങ്കിൽ പിന്നെ ആ സ്നേഹത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഒരു വിധത്തിലും സാധ്യമല്ല എന്ന് തെളിയിക്കുകയാണ് പിന്നീടുള്ള ഓരോ വചനങ്ങളിലൂടെ. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും, കഷ്ടപ്പാടാണോ, ദുരിതമാണോ, പീഡനമാണോ, വാളാണോ, നഗ്നതയാണോ, അപകടമാണോ, ഒന്നും ഇതിനെ ബാധിക്കുന്നില്ല. എന്തൊക്കെ ഘട്ടത്തിലൂടെ കടന്നു പോയാൽ പോലും ഇവിടെ ഒന്നും ബാധിക്കുന്നില്ല ഒരു വിശ്വാസിക്ക് എന്ന് ഉറപ്പിച്ചു പറയുന്ന ചില വചനങ്ങളാണ് ഈ റോമൻസ് ചാപ്റ്റർ 8 31 തൊട്ട് 39 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. പക്ഷെ എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത് അതും ഈ വചനത്തിലൂടെ നമുക്ക് കാണിച്ചു തരിക. നമ്മളൊക്കെ ഓരോ ആടുകളെ പോലെയാണ്. അതായത് ബലി കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു ആടിനെ പോലെ. കാരണം യേശുക്രിസ്തു നമുക്ക് അത് തന്നെയാണ് കാണിച്ചു തന്നത്. അങ്ങനെയെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതം എങ്ങനെയായിരിക്കണം? എന്ന് വേണമെങ്കിലും ബലിയാകാൻ തയ്യാറായിരിക്കുന്ന ഓരോ ആട്ടിൻകുട്ടികളെ പോലെ ആയിരിക്കണം. അത്ര നിഷ്കളങ്കമായ ഒരു ജീവിതം. എന്നാൽ ദൈവഭയത്തിൽ, ഇവിടെ ബലി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവഭയത്തിൽ ഓരോ നിമിഷവും കഴിഞ്ഞു കൂടുന്ന നിഷ്കളങ്കമായ ഒരു ജീവിതമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ എൻ്റെ കഴിവിൽ അഹങ്കരിച്ച് ഞാൻ എന്തോ ആണെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ജീവിതം അല്ല നമ്മളുടെ യഥാർത്ഥ ജീവിതം. ഒരു ബലി കൊടുക്കുന്ന ഒരു ആട് എങ്ങനെയാണോ ആ ദൈവഭയത്തിൽ ജീവിക്കുന്നത്, ആ ഒരു അവസ്ഥയാണ് യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത്. പിതാവായ ദൈവം പറയുന്നത് എന്തും അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മകനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രമാത്രം അനുസരണയുള്ള, സ്നേഹമുള്ള ഒരു മകൻ. അതുപോലെ ആയിരിക്കണം നമ്മളുടെ ഒക്കെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തിലും ഭയത്തിലും, എന്നാൽ ആ മഹത്വത്തെ അത്യധികം ആരാധിച്ചുകൊണ്ടും ജീവിക്കേണ്ട ജീവിതമാണ് നമ്മളുടെയൊക്കെ ഓരോരുത്തരുടെ ജീവിതം. ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകും. അത്ര എളുപ്പമൊന്നുമല്ല ഈ ഒരു ജീവിതം നമുക്ക് ജീവിച്ചു തീർക്കാൻ. ഒരുപാട് വെല്ലുവിളികളുടെ നടുക്ക് ആണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. പക്ഷെ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമുണ്ടല്ലോ 31-ാമത്തെ വാക്യത്തിൽ, ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ പിന്നെ ആർക്കാണ് നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കുക? ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ആ തോൽവിയെ പോലും വിജയമാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് ഒരു യഥാർത്ഥ വിശ്വാസി എന്ന ഈ ഒരു വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഒരു ശക്തിക്കും തകർക്കാൻ സാധിക്കില്ല. ഈ ഒരു ലോകത്തെ മുഴുവൻ കീഴടക്കണമെങ്കിൽ സ്നേഹം എന്ന ആ ഒരൊറ്റ ആയുധം മതി. വേറെ ഒന്നും വേണ്ട. വേറെ ഒരു ആയുധത്തിനും ഈ ലോകത്തെ കീഴടക്കാൻ സാധിക്കുകയില്ല. നമ്മളുടെ മസിൽ പവർ കൊണ്ടോ, നമ്മളുടെ ഒരുപാട് നാവികസേന കൊണ്ടോ ഒന്നും ഈ ഒരു ലോകത്തെ കീഴടക്കാൻ സാധ്യമല്ല. പക്ഷെ ഒന്നുകൊണ്ട് മാത്രം സാധിക്കും, സ്നേഹം. ഈ സ്നേഹം എന്ന ഈ ഒരു ആയുധം നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആരെയും വെറുക്കാൻ സാധിക്കില്ല. വെറുക്കുന്നവരെ പോലും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും. അതാണ് ആ ഒരു ആയുധത്തിന്റെ പ്രത്യേകത. അതാണ് നമ്മൾ സ്നേഹം എന്ന വസ്ത്രം ധരിക്കുകയാണെങ്കിൽ
പിന്നെ ആരെയും നമുക്ക് വെറുക്കാൻ സാധിക്കില്ല. എല്ലാവരെയും നമ്മൾ കാണുന്നത് സ്നേഹത്തിൻ്റെ കണ്ണിലൂടെയാണ്. ഈ ഒരു സത്യം ആഴത്തിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പതിക്കണം. അതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണം എന്ന ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ്. അതായത് ഒരു ശക്തിക്കും നമ്മളെ പിരിയാൻ സാധിക്കുകയില്ല, വേർപെടുത്താൻ സാധിക്കുകയില്ല. അത്രമാത്രം നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, ദൈവം നമ്മുടെ പക്ഷത്തും ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമ്മൾ എന്ത് തെറ്റുകളാണെങ്കിലും അതിനോടൊക്കെ കരുണയോടെ സ്നേഹത്തോടെ നമ്മളെ പരിപാലിക്കാൻ ആ ദൈവത്തിന് സാധിക്കും എന്ന ഒരു ഉടമ്പടി, ഒരു ഉറപ്പ് തന്നെയാണ് ഈ ഒരു വചനത്തിലൂടെ തരുന്നത്. മറ്റൊരു എപ്പിസോഡിൽ കാണാം.